ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. സ്റ്റോക്ക് മാർക്കറ്റിലെ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്ന 5 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെയാണ്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്ന IT സെക്ടറിലെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കോഫോർജ് എന്ന സ്റ്റോക്ക്. കോഫോർജ് എന്ന സ്റ്റോക്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 13.15% നിന്നും 19.4% വർദ്ധിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.5% നിന്നും 14.9% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ പീരീഡിനുള്ളിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരട്ടിയാക്കിയതായിട്ട് കാണാൻ സാധിക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ ഗണ്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിലെ പെർഫോമൻസ് മാത്രം നോക്കുകയാണെങ്കിൽ അവിടെ 14.6% നിന്നും 19.4%ലേക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് കാണുന്നത്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് 10%-ലും താഴെയാണ്. ഇനി കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ എക്സലൻ്റ് റിട്ടേൺ റേഷ്യോ നമ്മൾക്ക് കാണാൻ സാധിക്കും. ROCE 25.7ഉം റിട്ടേൺ ഓൺ ഇക്വിറ്റി 19.3ഉമാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് 29,152 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്റ്റോക്കാണ്. അതായത് ലാർജ് ക്യാപ് സെക്ടറിൽ ഉൾപ്പെടുന്നെങ്കിലും മിഡ് ക്യാപ് സെക്ടറിൻ്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ മിഡ് ക്യാപ് സെക്ടറിൽ നിന്നും ജസ്റ്റ് എക്സിറ്റ് ഔട്ടായ സ്റ്റോക്കാണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 4,811 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. കോഫോർജ് എന്ന കമ്പനി ഇന്ത്യയിൽ നിന്നും IT സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്ന ടോപ്പ് 20 കമ്പനികളിൽ സ്ഥാനം പിടിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് USA, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, UK, ജർമ്മനി, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിലും സബ്സിഡറീസ് ഉണ്ട്. കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പാറ്റേണിലുള്ള സ്റ്റെബിലിറ്റി നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ചാർട്ടിലും കാണാൻ സാധിക്കും. അതായത് 2020 ജൂൺ മാസം മുതൽ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് തരുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല ഒരു അപ് ട്രെൻഡ് രീതിയിലുള്ള ചാർട്ട് പാറ്റേൺ കാണുന്ന ഒരു സ്റ്റോക്കാണ് കോഫോർജ് എന്ന സ്റ്റോക്ക്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്ന ഫാർമ സെക്ടറിലെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സോളാര ആക്റ്റീവ ഫാർമ എന്ന സ്റ്റോക്ക്. ഈ കമ്പനിയിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.2%-ൽ നിന്നും 16.6%-മായി കഴിഞ്ഞ 4 ക്വാർട്ടറുകളിലായി വർദ്ധിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 ക്വാർട്ടറിലെ അതായത് ഈ കഴിഞ്ഞ ക്വാർട്ടറിലെയും ഈ ക്വാർട്ടറിലെയും ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 13.6%-ൽ നിന്നും 16.6%-ലേക്കാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.6%-ൽ നിന്നും 6.4%-ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പ്രൊമോട്ടർ 41% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക് 35% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസിൻ്റെ മാനുഫാക്ചറിംഗ്, സെയിൽ, പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രേഡിംഗ് തുടങ്ങിയ എല്ലാ സെക്ടറിലും ബിസിനസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് സോളാര ആക്റ്റീവ ഫാർമ സയൻസ് എന്ന കമ്പനി. ഈ കമ്പനി ഒരു മിഡ് ക്യാപ് സ്റ്റോക്കാണ്. ഏകദേശം 6,380 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത്. കമ്പനിയുടെ PE നോക്കുകയാണെങ്കിൽ ചീപ്പ് വാല്യുവേഷനിൽ അവൈലബിൾ ആണെന്ന് പറയാൻ സാധിക്കും. 27.5 എന്ന PE ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ROCE 15.5ഉം ROE 17.2ഉമാണ്. ഇനി ഈ കമ്പനിയുടെയും ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഉയർന്ന പെർഫോമൻസും നമ്മൾക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്കാണ് സോളാര ആക്റ്റീവ ഫാർമ എന്ന സ്റ്റോക്കും. മൂന്നാമത്തെ സ്റ്റോക്ക് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. ഏകദേശം 35,511 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള മാക്സ് ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 19.7%-ൽ നിന്നും 26.3%-ലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ക്വാർട്ടറിലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ
30% നിന്നും അവർ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 50.7% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 14.7%, പബ്ലിക് ഹോൾഡിംഗ് 8.23%. ഇവിടെയും നമ്മൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1208 രൂപ എന്ന റേഞ്ചിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റോക്കിൻ്റെ പ്രൈം വാല്യുവേഷൻ, അതായത് പ്രൈം പെർഫോമൻസ് നമ്മൾക്ക് വാല്യുവേഷനിലും റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. 112 എന്ന ഉയർന്ന വാല്യുവേഷനാണ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. റിട്ടേൺ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സലൻ്റ് റിട്ടേൺ പാരാമീറ്റേഴ്സ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ROCE 21.6-ഉം ROE 15.5-ഉമാണ്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ കമ്പനിയുടെ ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിലും ഇവിടെയും കണ്ടിന്യൂസ് അപ്പ് ട്രെൻഡ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് എന്ന ഒറ്റ കണ്ടൻറ്റ് മാത്രം ഉപയോഗിച്ച് നമ്മൾ സ്റ്റോക്കുകളെ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുകളും മൈക്രോ ക്യാപ്പ് അതുപോലെ തന്നെ സ്മാൾ ക്യാപ്പ് സെക്ടറിലെ സ്റ്റോക്കുകളാണ്. മിഡ് ക്യാപ്പ് സെക്ടറിലെയും സ്മാൾ ക്യാപ്പ് സെക്ടറിലെയും സ്റ്റോക്കുകൾ അത്ര പ്രൊമിനൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ നമ്മൾ മിഡ് ലാർജ് ക്യാപ്പ് സെക്ടറിലെ സ്റ്റോക്കുകളെയോ അല്ലെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളെയോ വേണം കൺസിഡർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പാരാമീറ്റർ എന്നതിനോടൊപ്പം തന്നെ കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽസും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നാലാമത്തെ സ്റ്റോക്കിലേക്ക് പോകാം. കെമിക്കൽ സെക്ടറിലെ ഒരു പ്രൊമിനൻ്റ് സ്റ്റോക്കായ ആരതി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചുകൊണ്ടുവരുന്ന ഒരു സ്റ്റോക്കായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്ക് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ 80%-ഓളം റവന്യൂവും സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 7.5%-ൽ നിന്നും 11.9%-ലേക്ക് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15.7-ൽ നിന്നും 13.6-ലേക്ക് കുറയുകയാണ് ചെയ്തത്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 29%-ഉം പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് 44.90%-ഉം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഈ കമ്പനിയുടെ കറണ്ട് പ്രൈസ് 924 രൂപ എന്ന റേഞ്ചിൽ അവൈലബിൾ ആണ്. PE നോക്കുകയാണെങ്കിൽ 55.2-ഉം റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ 13.6 എന്ന ROCEയും 16.2 എന്ന ROEയുമാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കും കണ്ടിന്യൂസ്ലി അപ്പ് ട്രെൻഡ് തരുന്ന വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ആരതി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക്. ഇനി നമ്മൾക്ക് അഞ്ചാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. അഞ്ചാമത്തെ സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു സ്റ്റോക്കാണ്. അതായത് വോൾട്ടാസ് എന്ന് പറയുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കമ്പനി എയർ കണ്ടീഷനിങ്, റെഫ്രിജറേറ്റർ, ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്റ്റ് തുടങ്ങിയ സെക്ടറുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 33,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. സ്റ്റേക്ക് ഹോൾഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 12.4%-ൽ നിന്നും 17.2%-ലേക്കാണ് സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 33.87%-ഉം പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 18.3%-ഉം പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് 30%-ഉമാണ്. റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ROCE 15.1-ഉം ROE 11.3-ഉമാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ 998 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഈ കമ്പനിയുടെയും ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ നന്നായി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് നമ്മൾക്ക് ഈ കമ്പനിയിലും കാണാൻ സാധിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്